പണ്ട് കാലത്തെ ഒരു കറികളിലൊന്നാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ. മത്തങ്ങയും വെള്ളരിക്ക കഷ്ണവും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അടുത്തായിട്ട് നമുക്ക് മത്തങ്ങ പീസസും കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതൊന്നും ആക്കണ്ട, വെള്ളരിക്കയെ പോലെ തന്നെ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളത്തിന് വേണ്ടി ഞാൻ പുളി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മൺചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുത്ത് കഷ്ണങ്ങളാക്കിയ മത്തങ്ങയും വെള്ളരിക്കയും കൂടി ഇട്ട് വേവിച്ചെടുക്കാം. അത് വേകുന്ന സമയത്തിന് നമുക്കൊരു കൂട്ട് വറുത്തെടുക്കാം. ഒരു പാൻ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഏകദേശം 2 സ്പൂണോളം അരിയും, ഒരു ചെറിയ സ്പൂൺ മല്ലിയും, ഒരൽപ്പം ഉലുവയും, 4 വറ്റൽമുളകും അതായത് എരിവുള്ള മുളകും, 2 കാശ്മീരി ചില്ലിയും, ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒട്ടും കരിയാതെ നല്ല ചെറു തീയിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. ഇത് ഏകദേശമായിട്ടുണ്ട്. അരിയൊക്കെ നല്ല ബ്രൗൺ കളറായി, ഉലുവയും മല്ലിയും അരിയൊക്കെ മൂത്ത് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തണുത്തതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ മത്തങ്ങയും വെള്ളരിക്കയും കൂടി വേകാൻ വച്ചിരിക്കുന്നത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നല്ലവണ്ണം വെന്തുടയണം. കുറച്ചുകൂടി ഒന്ന് ആയിക്കോട്ടെ. അത് നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് പൊടിച്ചെടുക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ട്. കണ്ടോ, നല്ലവണ്ണം ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് പുളിവെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു മണമാണ് കിച്ചണിലേക്ക്. ഈ ഒരു മണം അടിക്കുമ്പോൾ തന്നെ ചോറിനാനുള്ളൊരു ടെൻഡൻസിയാണ് വരുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഉപ്പൊക്കെ ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്തത് കറക്റ്റ് തന്നെയായിരുന്നു. ഇനി ഇതിലേക്ക് നാളികേരം അരച്ചത്, വെറുതെ നാളികേരം അരച്ചും കൂടി ഒരു 2-3 സ്പൂൺ മാത്രം മതിയാവും. അതും കൂടി അരച്ച് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ മിക്സൊക്കെ പൊടിച്ചെടുത്ത ജാറിലേക്ക് തന്നെ ഒരു 3 സ്പൂൺ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകുന്നുണ്ട്. നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല കുറുകിയ കറിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് കുറച്ചും കൂടി ഒന്ന് കുറുകിയാൽ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് വറവ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുളിങ്കറി ഇവിടെ റെഡിയായി കിട്ടും. തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു വറവും കൂടി ഇട്ട് കൊടുക്കാം. വറവിടാനായിട്ട് ഒരു കുഞ്ഞ് പാൻ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് വെളിച്ചെണ്ണയിലാണ് നമ്മൾ വറവ് റെഡിയാക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുകും സ്ലിറ്റ് ചെയ്ത വറ്റൽമുളകും കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളിയും ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടെ ചേർത്ത് വറവ് റെഡിയാക്കി നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് പാചകം ചെയ്യാൻ മടിയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്.
അതുപോലെ പൊന്നിയരിയുടെ ചോറിൻ്റെ കൂടെയാണെങ്കിൽ ഒരു ഒറ്റ കറി തന്നെ മതിയാവും നമുക്ക് ഊണ് കഴിക്കാൻ. അപ്പോൾ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.